മുടികൊഴിച്ചിൽ കാരണം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരാണോ നിങ്ങൾ? കഷണ്ടി വരുമെന്ന് പേടിയുണ്ടോ? എന്നാൽ മുടികൊഴിച്ചിൽ നിർത്തി പുതിയ മുടി തഴച്ചു വളരുന്നതിന് വേണ്ടിയിട്ടുള്ള 2 പ്രോഡക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. മുടി ചീകുമ്പോഴും അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പോഴുമെല്ലാം വേരോടെ പിഴുതു പോകുന്നത് ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ചിലർക്കത് പൊട്ടിപ്പോകാറുണ്ട്, ചിലർക്ക് വേരോടെയാണ് അത് പോകാറുള്ളത്. ഇതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് തലയോട്ടിയിലുള്ള താരൻ, 2 മുടിയുടെ വേരുകൾക്ക് ലഭിക്കേണ്ട പോഷകക്കുറവും DTH എന്ന ഹോർമോണിന്റെ സ്വാധീനവുമാണ്. ഇതിനൊരു പരിഹാരമാണ് സ്റ്റാക്റ്റീവ് എന്ന ഹെയർ ഗ്രോത്ത് സെറവും അതുപോലെ തന്നെ കെറ്റാഫങ് Z+ എന്ന് പറയുന്ന ഒരു ലോഷനും. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലോഷൻ ഉപയോഗിച്ചുകൊണ്ട് തലയോട്ടി നല്ല ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കാൽപ്പിന് എത്രയാണോ ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ചുള്ളത് എടുത്തതിന് ശേഷം തലയോട്ടി നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 3 മിനിറ്റ് നിങ്ങളിത് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇത് തലയോട്ടിയിലുള്ള താരൻ പൂർണ്ണമായിട്ടും മാറ്റുകയും അതുപോലെ തന്നെ ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളുമൊക്കെ ഇല്ലാതാക്കി മുടി വളരുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ഒരു സെറം ഉപയോഗിക്കുക എന്നുള്ളത്. ഈ ഒരു സെറം മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന DTH ബ്ലോക്ക് ചെയ്യും. തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും മുടിക്ക് നല്ല കട്ടിയും നല്ല വോളിയവും നൽകുന്നതിന് വേണ്ടി ഇത് സഹായിക്കും. കഷണ്ടിയുടെയൊക്കെ തുടക്കമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ച് മുടി വളരുന്നതിന് വേണ്ടി ഇത് വളരെയധികം ഫലപ്രദമാണ്. ഇനി ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഉണങ്ങിയ തലയോട്ടിയിൽ വേണം ഇത് ഉപയോഗിക്കേണ്ടത്. ദിവസവും 2 നേരം, അതായത് രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കുക. 1 ml ആണ് നമ്മളിത് എടുക്കേണ്ടത്. 1 ml എടുത്തതിന് ശേഷം തലയോട്ടിയിൽ എല്ലാ ഭാഗത്തും, പ്രധാനമായിട്ടും എവിടെയാണോ മുടി കൂടുതലായിട്ടും പോയത് ആ ഒരു ഭാഗത്തും കൂടാതെ മറ്റു ഭാഗങ്ങളിലും ഇത് ഉപയോഗിക്കുക. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ DTH ബ്ലോക്ക് ചെയ്യുകയും മുടി വളരുകയും ചെയ്യും. മുടിക്ക് റീഗ്രോത്ത് ഉണ്ടാക്കാൻ ഇത് വളരെയധികം സഹായിക്കും. ഈ ഒരു സെറത്തിൽ അടങ്ങിയിരിക്കുന്നത് റെഡൻസി, അതുപോലെ തന്നെ പ്രൊക്കാപ്പിൽ, അനാഗൈൻ, ബൈക്കാപ്പിൽ, കാപ്പിക്സിൽ എന്നിവയൊക്കെയാണ്. മുടിയുടെ സാന്ദ്രതയും കനവും മൊത്തത്തിലുള്ള മുടിയുടെ ക്വാളിറ്റിയും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് ഇവ വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. 2 ആന്റിഫംഗൽ മരുന്നുകളുടെ ഒരു സംയോജനമാണ് ഈ ഒരു ലോഷൻ എന്ന് പറയുന്നത്. ഇത് ചർമ്മത്തിലെ ഫംഗസ് അണുബാധകളെയും താരനെയും ഒക്കെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സഹായിക്കും. അപ്പോൾ സാധാരണയായിട്ട് ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഈ ഒരു ലോഷൻ ചിലരിൽ ചുവപ്പ് നിറമോ ചൊറിച്ചിലോ എരിച്ചിലോ ഒക്കെ ഉണ്ടാക്കാൻ കാരണമായേക്കാം. ഇത്തരം ലക്ഷണങ്ങളൊക്കെ പൊതുവെ താൽക്കാലികമാണ്, അവ തനിയെ തന്നെ മാറിക്കൊള്ളും. എന്നാൽ അസ്വസ്ഥത കൂടുകയാണെന്നുണ്ടെങ്കിൽ മരുന്ന് ഉപയോഗിക്കുന്നത് നിർത്തി ഡോക്ടറുടെ ഉപദേശം തേടുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിലെ ചേരുവകളോട് നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് കയ്യിലോ എവിടെയെങ്കിലും അത് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഉപയോഗിക്കുക. താരൻ മൂലമാണ് നിങ്ങളുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഷനും അതോടൊപ്പം തന്നെ ഈ ഒരു സെറവും നിങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾ എന്ത് പരീക്ഷിക്കുന്നതിന് മുമ്പും ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശം തീർച്ചയായിട്ടും വാങ്ങണം. അതിനുശേഷം മാത്രം ഉപയോഗിക്കുക. ഈ പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഷോപ്പ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നവ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഉപയോഗപ്രദമായ വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.